നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ രുചിയുള്ള പാൽപ്പായസം. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ ടേസ്റ്റൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അത് നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല വീട്ടിൽ. അത് അവിടുത്തെ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ച് ഉണ്ടാക്കി അതിൻ്റെതായ രീതിയിൽ വിധിപ്രകാരം ശാന്തിമാർ ഉണ്ടാക്കിയാൽ തന്നെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മളേതായ രീതിയിൽ കുക്കറിലൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അതായത് കുറച്ച് സമയം എടുക്കും. പക്ഷേ നമുക്ക് ജോലിയൊന്നുമില്ല. കുക്കറിൻ്റെ പണി അങ്ങ് ചെയ്തോളും. നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുകയും ചെയ്യാം. പായസം കുറച്ച് കഴിയുമ്പോൾ റെഡിയായി കിട്ടിക്കോളും. വേറെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. അപ്പം പിങ്ക് കളറിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പിങ്ക് പാലട ഒരുപാട് പേര് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഏകദേശം ആ ടേസ്റ്റിൽ വരുന്നൊരു പായസമാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു വല്ലാത്തൊരവസ്ഥയെ കൂടിയാണ് നമ്മളെ ലോകം കടന്നു പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ നാട്ടിൽ പോയിട്ട് അമ്മയുടെ കൂടെ വിഷു സദ്യ ഉണ്ട്, വിഷുക്കണിയൊക്കെ ഒരുക്കി വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ വർഷത്തെ അവസ്ഥ കണ്ടില്ലേ? അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും സമാധാനത്തോടു കൂടി ഇരിക്കുക. നമുക്ക് അടുത്ത വർഷം നല്ല ഒരു വിഷു ആഘോഷിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അമ്പലപ്പുഴ രീതിയിലുള്ള പാൽപ്പായസം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പാൽപ്പായസം, അതും അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ രുചിയിലുള്ളത്. അതേ രുചിയില്ലെങ്കിലും ഏകദേശം സാമ്യമുള്ള രുചിയുള്ള പായസം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ആദ്യം ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ അളവിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കറിലോട്ട് നമുക്ക് ആദ്യം തന്നെ പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പാൽ എപ്പോഴും നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് ആയിരിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഫ്രഷ് മിൽക്ക് ഫുൾ ക്രീം, അതായത് ഇതിൽ നിന്ന് ക്രീം ഒന്നും മാറ്റിയിട്ടില്ല. സ്കിംഡ് മിൽക്ക് എന്ന് പറഞ്ഞ് കിട്ടും. അതായത് മുഴുവനും ക്രീം മാറ്റിയിട്ടുള്ള മിൽക്കും കിട്ടും നമുക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കണം എപ്പോഴും. നാട്ടിലാണെങ്കിൽ 2 തരത്തിലും മിൽമ പാലിന് 2 തരത്തിലും കിട്ടുന്നുണ്ട്. അതേപോലെ ഫുൾ ക്രീമും മാറ്റിയിട്ടുള്ളതും. അപ്പോൾ ഫുൾ ക്രീം ആയിട്ടുള്ള മിൽക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റും ആ കളറൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിലോട്ട് ഞാനിവിടെ 5 ഗ്ലാസ് പാല് അളന്ന് ഒഴിക്കുകയാണ്. 240 ml ഗ്ലാസ്സിൽ 5 ഗ്ലാസ് പാല്. ഇനി നമുക്കിതിലോട്ട് ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതായത് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ അളന്ന് വെച്ചിട്ടുള്ളതാണ്. ഇത്രയും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായി പാൽ തിളപ്പിക്കുക. പാൽ തിളച്ചതിന് ശേഷം കുക്കർ അടച്ചിട്ട് സിമ്മിൽ വെച്ചതിന് ശേഷം 1 മണിക്കൂർ അങ്ങനെ വെക്കുക. അപ്പോൾ ചെറുതായിട്ട് അഥവാ വിസിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ അത് ഓഫ് ചെയ്യുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും സിമ്മിലിടുക. അപ്പോൾ അങ്ങനെ ഒരു മണിക്കൂറോളം നമ്മളിത് ഈ പാല് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്തിടാം. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിങ്ങനെ നല്ല പിങ്ക് കളറിൽ, അതായത് പീച്ച് കളറിൽ ഉണ്ടാവും ഈ പാലിൻ്റെ കളറ്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്കിനി തീ ഓൺ ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. പാല് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് നിങ്ങൾ ആരൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ കുക്കറിൽ വെച്ചിട്ടുള്ള പാലട പായസം? സെയിം പ്രൊസീജിയർ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുക്കർ നല്ല ക്ലീൻ ആയിരിക്കണം. നന്നായി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വാഷ് ചെയ്തിട്ട് ഇരിക്കുന്ന കുക്കറായിരിക്കണം. ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ചും വേറെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്ന അപ്പോൾ വേറെ ഒരു വാസനയും ഉണ്ടാവാൻ പാടില്ല. ചിലർ പറയാറുണ്ട് ഇങ്ങനെ കുക്കർ അടച്ച് തുറക്കുമ്പോൾ പിരിഞ്ഞു പോണ പോലെയൊക്കെ പറയുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. നിങ്ങൾ മാക്സിമം കുക്കർ നല്ല നീറ്റായിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ശരിയാവും. ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുക. ശരിയാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരിയാവും. ഞാൻ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാലട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭവം. അപ്പോൾ അതുപോലെ തന്നെ ഈസിയാണ് ഈ പായസം ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തീ വളരെ ചെറിയതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇനി അടച്ചു വെക്കുകയാണേ. വെയിറ്റ് വെക്കണം, അത് മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പല കുക്കറിനും പല വേരിയേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വിസിൽ വന്നു എന്ന് വെച്ചാൽ പേടിക്കേ വേണ്ട. വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഓഫ് ചെയ്തിടുക. അതിനുശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം സിമ്മിലിടുക കേട്ടോ. എന്നിട്ട് ഒരു 3/4 മണിക്കൂറെങ്കിലും നമ്മൾ ഈ പാല് കുക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പീച്ച് കളർ വരുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മറ്റേ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ആണ് തുറക്കേണ്ടത്. അപ്പോൾ നല്ല പിങ്ക്, നല്ല പീച്ച് കളറായിട്ട് ഉണ്ടാവും നമ്മുടെ പാല്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് ചൂടും പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അപ്പോൾ പീച്ച് കളർ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും ആയിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിമ്മിൽ വെക്കാൻ പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ ഓരോരുത്തരുടെ അടപ്പനുസരിച്ച് മാറ്റം വരും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കുക്കറിൻ്റെ ഉള്ളിൽ പ്രഷർ ബിൽഡ് ചെയ്യുന്നു എന്നുള്ള ഉറപ്പ് വരുത്തണം. ചെറുതായിട്ടൊന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഉള്ളിൽ പ്രഷർ ബിൽഡ് ചെയ്തിട്ട് ചെറിയ എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. അത് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി തീ കൂട്ടിയിടണം. അതല്ലെങ്കിൽ നമ്മുടെ പാല് കുക്കാവില്ല, പാലിന് പിങ്ക് കളർ വരില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ കുക്കറിനും മാറ്റം വരും, ഓരോ അടപ്പിനും മാറ്റം വരും കേട്ടോ. അപ്പോൾ നമുക്ക് തുറക്കാം.
നമ്മുടെ പാല് നല്ല പീച്ച് കളർ വന്നിട്ടുണ്ട്. ക്യാമറയിൽ കൂടെ കളർ കുറച്ച് ലൈറ്റാണ്, പക്ഷേ ഇതിനേക്കാളും ഡാർക്കാണ് ശരിക്കും സംഭവം. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ പാടയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട് പാലിൻ്റെ. അത് നമ്മൾ പായസം, ഇനി നമ്മൾ ഇതിലേക്ക് അരിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ അരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ പാടയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ച് കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ പായസത്തിൽ പാട കെട്ടി കിടക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് ആണെങ്കിൽ മാത്രമേ ഇതേപോലെ പീച്ച് കളർ വരുള്ളൂ. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ലോങ് ലൈഫ് മിൽക്ക് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന്. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ തോന്നുന്നില്ല ഇതുപോലെ പറ്റുന്ന. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിലോട്ട് ഞാൻ അരിച്ചു വെച്ചിരിക്കുന്ന പാല് തിരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? നമ്മുടെ അരിയുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പായസമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത് പായസം റൈസ്, അതായത് ഉണങ്ങലരി എന്ന് പറയും. ഞാനിപ്പോൾ ഇവിടെ മട്ടാറോ റൈസ് കണ്ടില്ലേ, നിർഭരയുടെ പായസം റൈസ് എന്ന് പറഞ്ഞുള്ള റൈസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നാട്ടിൻപുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ട് ഉണക്കലരി എന്ന് ചോദിച്ചാൽ മാത്രം അവർക്ക് അറിയുള്ളൂ. പായസം റൈസ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇപ്പം മിക്ക സൂപ്പർ മാർക്കറ്റിലും പായസം റൈസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് റിയലായിട്ട് ഈ നമ്മുടെ വിഷുക്കട്ടയും ഇതുപോലുള്ള പായസമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ട ശരിക്കുമായിട്ടുള്ള അരി. ഒരു പീച്ച് കളർ, ഇതാണ് ഉണക്കലരിയുടെ കളർ കേട്ടോ. ചെറിയ ചെറിയ അരിയായിരിക്കും, ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞിട്ടും ഉണ്ട് ഇത്. അപ്പോൾ നമ്മൾ പായസത്തിൽ വെന്ത് കഴിഞ്ഞാലും നല്ല ചെറുതായിട്ട് കിടക്കും, ചോറ് പോലെ ഇങ്ങനെ വലുതായിട്ട് കിടക്കില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതില്ലെങ്കിൽ എന്താ ഓപ്ഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലുള്ള ഉണക്കലരി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസ്, പച്ചരി വാങ്ങിക്കാൻ കിട്ടും. ഈ പച്ചരി വെച്ചും ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നിവൃത്തിയില്ലെങ്കിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതല്ലെങ്കിൽ പലരും ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അവർ നമ്മുടെ മട്ട പൊടിയരിയില്ലേ, പൊടിയരി വെച്ചിട്ടും കുറേ പേര് പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ഇത് ഇന്നലെ വൈറ്റ് റൈസ് വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് പായസത്തിൻ്റെ അളവും പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് അറിയണ്ടേ, അല്ലാതെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. ഇത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം, കുതിർത്ത് വെക്കണം. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി കഴുകണം. അപ്പോൾ എന്ന് വെച്ചാൽ ആ മണികൾ, ഒരു വലിയ മണി ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകും. അപ്പോൾ നമ്മൾ കുക്കായി കഴിഞ്ഞാലും ചെറുതായിട്ടാണ് ആ ചോറ് കിടക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാനത് എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചരിയാണ്. ദോശ ഉണ്ടാക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇഡലി അരിയാണ് ഉപയോഗിക്കാറ്, പക്ഷേ സാധാരണ എല്ലാവരും ഇത് പച്ചരി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നീളത്തിലുള്ള അരിയായിരിക്കും വൈറ്റ് റൈസ്, പച്ചരി എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിലിട്ട് നന്നായി ഞരടി കഴുകി കഴിഞ്ഞാൽ അതേ ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിത് വെള്ളത്തിലിട്ട് വെച്ച് ഞരടി വാഷ് ചെയ്തപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇത് മുറിഞ്ഞ് വന്നിട്ടുണ്ട് ഈ അരി. ഇതിന് ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം അരി കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി വെച്ച പോലെ ഇരിക്കും. ഈ പായസം കണ്ടു കഴിഞ്ഞാൽ വലുതായിട്ടുണ്ടാവും, അത് കാണാനും നന്നായിട്ടുണ്ടാവില്ല, കഴിക്കാനും നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഓപ്ഷനാണ് ഇത്. നിങ്ങൾക്ക് നിവൃത്തിയില്ലെങ്കിൽ മാത്രം വൈറ്റ് റൈസ് വെച്ച് ചെയ്താൽ മതിയാവും. വൈറ്റ് റൈസ് ആണെങ്കിൽ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. ഇതിപ്പോൾ ഞാൻ ഉണക്കലരി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായി വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 5 ഗ്ലാസ് പാലാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് 1 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ ഈ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ പാലിൻ്റെ കൂട്ടത്തിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ പായസത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും ചെയ്യേണ്ട. കുക്കർ ചെയ്തോളും പരിപാടികളൊക്കെ. കുക്കർ അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാ ജോലിയും ചെയ്യാം, ഇളക്കാൻ നിൽക്കണ്ട, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, എളുപ്പമാണ്. അപ്പോൾ ഞാനൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി പാല് ഇതേപോലെ പിങ്ക് കളർ ആക്കിയതിന് ശേഷം എടുത്ത് വെക്കും. അതിന് പിന്നെ രാവിലെ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ പായസം റെഡിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ പായസം തലേദിവസം ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെച്ചാൽ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി, ആവശ്യത്തിന് ചൂടാക്കി കഴിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓൺ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതിനുശേഷം നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. പിന്നെ കുറേ പേര് പറയും നിങ്ങൾ എന്തിനാ വലിച്ചു നീട്ടുന്നതെന്നൊക്കെ വീഡിയോയിൽ പലതിലും. പക്ഷേ ഞാൻ വലിച്ചു നീട്ടുന്നതല്ല, എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീഡിയോ, എൻ്റെ റെസിപ്പി ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഓരോ പോയിന്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി, പായസം റൈസ് ഇട്ടു ഓഫ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നിങ്ങളത് നന്നായി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഇത് ഫാസ്റ്റ് അടിച്ച് കാണാൻ താല്പര്യമുള്ളവർ മാത്രം ശരിക്കും കേൾക്കൂട്ടാ. നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിത് അടച്ചു വെക്കാം. എന്നാൽ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അരി അടിയിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അവസാനം കുക്കായി വരുമ്പോൾ കുറച്ച് അരി അടിയിൽ കിടക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യമേ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കില്ല. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. തീ കുറയ്ക്കുക, സിമ്മിലിടുക, 1/2 മണിക്കൂർ കുക്ക് ചെയ്യുക. വിസിൽ വരില്ല. സാധാരണ രീതിയിൽ റൈസ് ഇട്ടതിന് ശേഷം 1/2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ.
സൗണ്ട് വരുന്നുണ്ട്. ഈ സൗണ്ട് വരണം, അത് നിർബന്ധമാണ്. ഈ സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളിൽ കുക്കിംഗ് നടക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ സൗണ്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് സ്റ്റവിൻ്റെ കുറച്ചും കൂടെ തീ കൂട്ടി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി തണുത്തതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് ചൂടും മാറിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇനി നമുക്ക് എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി കുക്കായിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെ, അപ്പോൾ അരി അഥവാ കുറച്ച് കട്ട പിടിച്ച പോലെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നല്ല പരുവായിട്ട് കിടപ്പുണ്ട്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരല്പം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു മധുരം ശരിക്കും ബാലൻസ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഒരു നുള്ളു മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടില്ല, ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത്രമാത്രം മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കൂടുതലും ഇല്ല കുറവും ഇല്ല, കറക്റ്റ് പരുവാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ പാല് തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു പച്ചരസം വരും. സാധാരണ രീതിയിൽ നമ്മുടെ അമ്പലപ്പുഴയിൽ നിന്നൊക്കെ കിട്ടുന്ന പാൽപ്പായസം എന്ന് പറയുന്നത് ഇതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും ഇടില്ല, അതുപോലെ തന്നെ ഏലക്കപ്പൊടി ഒന്നും ഇടില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് ചുക്കുപൊടിയോ ഏലക്കപ്പൊടിയോ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിടുകയോ ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ചെയ്യുന്നില്ല. എനിക്ക് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ സ്വാദ് കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ ഒരു 3-4 തുളസി ഇല്ലേ, കൃഷ്ണ തുളസി, അതിൻ്റെ ഇല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ കിട്ടുന്ന പാൽപ്പായസത്തിൻ്റെ ആ ഒരു ഏകദേശം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അമ്പലത്തിൽ കിട്ടുമ്പോൾ അതിൽ ചിലപ്പോൾ ചെത്തിപ്പൂ ഉണ്ടാവും. അതായത് നമ്മൾ പൂജിച്ചിടുന്നതാണ് ആ പായസത്തിലേക്ക് പൂജിച്ചിടുമ്പോഴാണ് അതൊക്കെ ഇതിലിടുന്നത്. പക്ഷേ അത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ശരിക്കും അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിൻ്റെ ഒരു ഫീലിംഗ് വരും, ഫ്ലേവർ വരും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ ഇത് കിട്ടില്ല, അത് ഒരിക്കലും കിട്ടില്ല. അത് കണ്ണൻ്റെ അടുത്ത് അമ്പലപ്പുഴ അമ്പലത്തിലെ ശാന്തി ചെയ്താൽ മാത്രം കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ വീട്ടിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് ചെയ്യാമെന്ന് മാത്രം. അല്ലാതെ ഞാൻ ഒരിക്കലും കറക്റ്റ് എന്നൊന്നും ഒരിക്കലും അവകാശപ്പെടുന്നില്ല. അത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം പരിപാടി. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഞാൻ പറഞ്ഞ ഏത് അരി വെച്ചാണെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ അഥവാ നിങ്ങളിപ്പോൾ തുറന്ന് നോക്കിയിട്ട് ഇത് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്ത് അടച്ചു വെച്ചാൽ മതി. പക്ഷേ ഈ എൻ്റെ അരി ഇപ്പോൾ കറക്റ്റ് അരമണിക്കൂർ ചെറിയ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുക്ക് ചെയ്തപ്പോൾ നല്ല കറക്റ്റ് പരിവായിട്ടുണ്ട്. ഓവറായിട്ട് അങ്ങ് കുക്കാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഈ ചിലവർ ചോദിക്കാം, നമ്മൾ പഴയ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ എന്തുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്ക് ചെയ്തില്ല എന്ന്. അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ഇതേപോലെ കളർ വരില്ല. കളർ വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും, ഈ അരി ഭയങ്കരമായിട്ട് അങ്ങ് ഉടഞ്ഞു പോവും, ഒരുപാട് അങ്ങ് കൂടുതൽ വെന്ത് പോവും. അപ്പോൾ പായസത്തിൻ്റെ ടെക്സ്ചർ തന്നെ കംപ്ലീറ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് വിരോധമൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു മീഡിയം മധുരത്തിലാണ് കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ 7 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. പക്ഷേ നല്ല മധുരപ്രിയർക്ക് 7 ടേബിൾ സ്പൂൺ മതിയാവില്ല. ഒരു 8-9 ടേബിൾ സ്പൂണൊക്കെ മധുരം വേണ്ടി വരും. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഒരു വായ ഫൈനലിൽ നിന്ന് കഴിച്ച് നോക്കട്ടെ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം. അരേ വാ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, അസലായിട്ടുണ്ട്, പെർഫെക്റ്റ് മധുരം, ആ കൺസിസ്റ്റൻസിയും കറക്റ്റ് കളറായിട്ടുണ്ട്. ആ തുളസി ഇലയും കൂടി ഇട്ടപ്പോൾ പിന്നെ പറയേ വേണ്ട, ഫ്ലേവർ സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ രാമതുളസി ഒന്നും ഇടരുത് കേട്ടോ. ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കൃഷ്ണ തുളസി മാത്രമേ ഇടാൻ പാടുള്ളൂ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ രുചിയുള്ള അതേ പായസം ഞാൻ ഉരുളിയിലൊക്കെ ആക്കി ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ആശംസിക്കുന്നു. അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്